കാസർഗോഡ് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മീഡിയ ട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മീഡിയ ട്രാക്ക് ഡിസ്കസ് ചെയ്യുന്ന വിഷയം, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ന്യൂക്ലിയർ മെഡിസിനെ കുറിച്ചാണ്. സാധാരണ ഒരു രോഗനിർണയത്തിനും രോഗത്തിൻ്റെ ചികിത്സയ്ക്കുമായിട്ട് നമ്മൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് പല രീതിയിലുള്ള ഡയഗ്നോസിസിനൊക്കെ വിധേയമാകാറുണ്ട്. എന്താണ് ന്യൂക്ലിയർ മെഡിസിൻ, ഇത് ഏത് രീതിയിലാണ് നടത്തുന്നത്, ഈ വിഷയമാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് മീഡിയ ട്രാക്ക് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് മാംഗ്ലൂർ ദലക്കട്ട KS ഹെഡ് ഹോസ്പിറ്റലിലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ മീനു മോഹനാണ്. മാം വെൽക്കം. ഡോക്ടർ, നമ്മളിപ്പം ഇൻട്രോയിൽ പറഞ്ഞില്ല, നമുക്കൊരു ഏതൊരാളും രോഗനിർണയത്തിന് നമ്മൾ പലതരത്തിലുള്ള ഡയഗ്നോസിസിനൊക്കെ വിധേയമാറുണ്ട്. അങ്ങനെയുള്ള ഡയഗ്നോസിസിന് വിധേയമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ രോഗനിർണയ ശേഷമാണ് നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് മീഡിയ ട്രാക്ക് ഈ എപ്പിസോഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂക്ലിയർ മെഡിസിനെ കുറിച്ചാണ്. സാധാരണ രോഗനിർണയത്തിന് വിവിധ രീതിയിലുള്ള സ്കാനിങ്ങിനെ കുറിച്ചും പലതരത്തിലുള്ള മറ്റു തരത്തിലുള്ള ടെസ്റ്റുകളെ കുറിച്ചൊക്കെ അറിയുന്നത്. ഈ ന്യൂക്ലിയർ മെഡിസിൻ എന്നുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റാണ്. സോ ആക്ച്വലി വാട്ട് ഈസ് ന്യൂക്ലിയർ മെഡിസിൻ? ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ അളവിലുള്ള റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ട്രേസേഴ്സ് അല്ലെങ്കിൽ ഐസോടോപ്സ് നമ്മൾ പേഷ്യൻസിന് ഒന്നുകിൽ വായിലൂടെയോ അല്ലെങ്കിൽ ഒരു ഇഞ്ചെക്ഷനായിട്ട് വെയിനിലൂടെ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അവരുടെ ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനം നമ്മൾ വിലയിരുത്തും. അതാണ് ബേസിക്കലി നമ്മൾ ന്യൂക്ലിയർ മെഡിസിനിൽ ചെയ്യുന്നത്. അതായത് ഫങ്ഷൻ നോക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഫങ്ഷണൽ ഇമേജിംഗ് ആണ്. ഇപ്പം നമ്മുടെ CT MRI എന്നൊക്കെ പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഘടനയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ അതൊരു അനാറ്റമിക്കൽ സ്ട്രക്ചറൽ ഇമേജിംഗ് ആണെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ ഇമേജിംഗ് ആണ്. അതായത് നമ്മളൊരു രോഗനിർണയത്തിൻ്റെ ഒരു സുപ്രധാന ഘട്ടത്തിൽ ന്യൂക്ലിയർ മെഡിസിന് അതിൻ്റേതായ പ്രാധാന്യം കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് നെക്സ്റ്റ് ഒരു ഡൗട്ട് അറേസ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത്, ഇപ്പോൾ ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു രോഗിക്ക് കിട്ടുന്ന സേവനങ്ങൾ, അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രോഗിനെ ഏതൊക്കെ തരത്തിലാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഡയഗ്നോസിസ് എന്നും ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരെ കൺഫ്യൂസ് ആക്കുന്നതിന് പകരം കുറച്ചും കൂടി സ്ട്രേറ്റ് ഫോർവേഡായിട്ട് നമുക്ക് കാര്യങ്ങൾക്ക് പോകാം. ഏതൊക്കെ സേവനങ്ങളാണ് ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു രോഗിക്ക് നൽകുന്നത്? ന്യൂക്ലിയർ മെഡിസിനിൽ നമുക്ക് ബ്രോഡായിട്ട് നോക്കുമ്പോൾ 2 സർവീസസ് ആണ് ഉള്ളത്. ഒന്ന് സ്കാനുകളുണ്ട്, പിന്നെ നമുക്ക് തെറപ്പി ഉണ്ട്. സ്കാൻ എന്ന് പറയുമ്പോൾ നമുക്ക് 2 തരത്തിലെ സ്കാൻസ് ആണ് ഉള്ളത്. ഒന്ന് പെറ്റ് സ്കാൻ, ഈ കാണുന്ന ഒന്ന് പെറ്റ് സ്കാൻ, അതെ ഇതാണ് പെറ്റ് സ്കാൻ മെഷീൻ. പിന്നെ നമുക്കൊരു ഗാമ ക്യാമറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കാനിങ് മെഷീനും ഉണ്ട്. പെറ്റ് സ്കാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് വളരെയധികം സുപരിചിതമാണ്. കാരണം ക്യാൻസർ രോഗികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സ്കാനാണ് പെറ്റ് സ്കാൻ. പിന്നെ നമുക്കുള്ളത് തെറപ്പിയാണ്. തെറപ്പി എന്ന് പറയുമ്പോൾ തൈറോയിഡിൻ്റെ ചില അസുഖങ്ങൾ, അതായത് തൈറോയിഡ് ക്യാൻസർ, അതുപോലെ തന്നെ ഹൈപ്പർ ഫങ്ഷനിങ് തൈറോയിഡ് ഗ്ലാൻഡ് ഒക്കെയുള്ള കേസസിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സ്, ന്യൂറോ എൻഡോക്രൈൻ ട്യൂമേഴ്സ്, അങ്ങനെ ചില വിഭാഗത്തിൽപ്പെട്ട ക്യാൻസറുകൾക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഡോക്ടർ, പിന്നെ ക്യാൻസർ എന്ന രോഗത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഡയഗ്നോസിസിനും ട്രീറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെറ്റ് സ്കാൻ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത്. സാധാരണ ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇപ്പം ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ സാധാരണ ഒരു ഡയഗ്നോസിസ് സ്കാനിങ്ങിനെ കുറിച്ചൊക്കെ ഒരു ഏകദേശ ധാരണ ഇന്ന് പൊതുവെ പ്രേക്ഷകർക്കെല്ലാം ഉണ്ടാവും, എല്ലാ പൊതു സമൂഹത്തിനുണ്ടാവുന്നത്. നമുക്ക് മറ്റ് സ്കാനിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിലിപ്പോൾ പെറ്റ് സ്കാനും നമ്മുടെ MRI അല്ലെങ്കിൽ CT ഒക്കെ ഉണ്ട്. അതിലുള്ളൊരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സ്കാനിങ് ആണെന്ന് പ്രത്യക്ഷത്തിൽ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ അല്ലെങ്കിൽ ഒരു രോഗിക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ കൂടുതൽ ഏതിലാണ്? നമ്മുടെ ഇവിടെ യൂഷ്വലി ആദ്യമായിട്ട് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഒരു CT യോ MRI യോ തന്നെയാണ്. നമ്മുടെ ഈ ഒരു ഇതിൽ ആദ്യം ഒരു CT യോ MRI യോ ചെയ്തിട്ട് അത് മോസ്റ്റ്ലി നമുക്ക് വരുന്ന പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ക്യാൻസർ ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആദ്യമായിട്ട് അത് സ്റ്റേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ PET CT ഉപയോഗിക്കും. അതുപോലെ തന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് റെസ്പോൺസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് PET CT ഉപയോഗിക്കാം. ഇനി ക്യാൻസർ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് വീണ്ടും ഇത് വരുന്നുണ്ടോ, സർവൈലൻസിൽ ഇരിക്കുന്ന ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ PET CT ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരു രോഗിയുടെ രോഗം, പ്രത്യേകിച്ച് ഒരു ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ രോഗാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ ആ രോഗാവസ്ഥ ശരീരത്തിൽ എത്ര കണ്ട് വ്യാപിച്ചിട്ടുണ്ട് എന്നും നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാൻ ആ തരത്തിലുള്ള പ്രയോജനങ്ങളാണ് പ്രത്യേകിച്ച് പെറ്റ് സ്കാൻ ഉപയോഗിച്ച് രോഗിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അഡ്വാൻറ്റേജ്. അതെ, ഇതൊരു ഹോൾ ബോഡി സ്കാനാണ്. ഇപ്പോൾ നിങ്ങളൊരു CT യോ MRI യോ ചെയ്യുകയാണെങ്കിൽ അതൊരു പെർട്ടിക്കുലർ ഏരിയ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഒന്നുകിൽ ചെസ്റ്റ് അല്ലെങ്കിൽ അബ്ഡമൻ. അപ്പോൾ ഒരു ക്യാൻസർ രോഗിക്ക് പല ഭാഗത്ത് അസുഖം ഉണ്ടെങ്കിൽ ഒരു CT യോ MRI യോ വെച്ച് നമുക്ക് റെസ്പോൺസ് ഇവാലുവേഷൻ പലപ്പോഴും ബുദ്ധിമുട്ടാവാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, പെറ്റിൽ FDG എന്ന് പറഞ്ഞൊരു ട്രേസർ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നതുകൊണ്ട് അതിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് മറ്റ് അഡ്വാൻറ്റേജസും ഉണ്ട്.
ഡോക്ടർ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് അടുത്തൊരു കാരണം എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ന്യൂ ജനറേഷനൊക്കെ നമ്മളിപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തി ഷുഗറും അല്ലെങ്കിൽ കൊളസ്ട്രോളും ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പവിധി വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ പെറ്റ് സ്കാൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് പ്രേക്ഷകർക്കൊരു ഡൗട്ട് ഉണ്ടാകും. കാരണം ഒരു മനുഷ്യന് ക്യാൻസർ ഉണ്ടോ എന്നറിയാൻ ഈ പെറ്റ് സ്കാനിലൂടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റുമോ? അതായത് നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഓൾറെഡി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ പേഷ്യൻറ്റ്, ശരീരത്തിൽ ക്യാൻസർ ഉണ്ട് അല്ലെങ്കിൽ ആ രോഗാവസ്ഥയിലുള്ള പേഷ്യൻ്റെയാണ് നമ്മൾ പെറ്റ് സ്കാൻ ഉപയോഗിച്ച് ചെയ്യുന്നത് എന്ന് പറയും. അതല്ലാതെ നമുക്കിപ്പം എനിക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ട് എന്ന് മുന്നേ കണ്ടെത്താൻ ഈ പെറ്റ് സ്കാൻ ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റുമോ? റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്ക് നമ്മളൊരു റെഗുലറായി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ല പെറ്റ് സിറ്റി, അതൊരു ഇൻഡിക്കേഷൻ അല്ല. പക്ഷേ നിങ്ങൾക്കിപ്പം ഒരു അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടൊരു വെയിറ്റ് ലോസ് അല്ലെങ്കിൽ പെട്ടെന്ന് ഭക്ഷണത്തോടൊരു ലോസ് ഓഫ് ആപ്പറ്റൈറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് റീസൺ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ബാക്കി എല്ലാ ടെസ്റ്റുകളും ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒത്തിരി പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് പെറ്റ് സിറ്റി യൂസ്ഫുൾ ആണ്. ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ, ശരീരത്തിൽ എവിടെയെങ്കിലും ക്യാൻസർ സെല്ലൊക്കെ ആയിട്ട് ഇത് അതല്ല അത് ഈ രോഗാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ഡയറക്റ്റ് ഇത് ഡിറ്റക്ട് ചെയ്യാൻ ഈ മെഷീൻ ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റുമോ? അതെ, ക്യാൻസറസ് ആയിട്ടൊരു ഓർഗനിൽ ഒരു ശരീരത്തിൻ്റെ ഭാഗത്തിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ ഇത് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റും. കാരണം ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എപ്പോഴും ബയോപ്സിയാണ്. ബയോപ്സി പ്രൂവ് ചെയ്താൽ മാത്രമേ ഇത് ക്യാൻസർ, എനിക്ക് ഡയറക്റ്റ്ലി ക്യാൻസർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ ആകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഡെഫിനറ്റ്ലി നമ്മൾ പറയും. ഓക്കെ മാം, അങ്ങനെയെങ്കിൽ പെറ്റ് സ്കാൻ മെഷീനിൽ ഒരു രോഗിയെ നമ്മൾ സാധാരണ സ്കാനിങ്ങിന് വിധേയമാകുമ്പോൾ ആ രോഗിക്ക് വേണ്ടുന്നുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്യുന്നതിന് മുന്നേ ആ രോഗി ഏതൊക്കെ തരത്തിലാണ് തയ്യാറാക്കേണ്ടത്? പെറ്റ് സിറ്റിക്ക് വരുന്ന ഒരു പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ പ്രയർ ആയിട്ട് തന്നെ അവർ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടി വരും. ഒരു CTO MRIയോ പോലെ രാവിലെ വന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കാൻ അല്ല പെറ്റ് സ്കാൻ. അപ്പം അവർ നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൊടുക്കും. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പെറ്റ് സിറ്റി എന്ന് പറയുന്നത് FDG പെറ്റാണ്. അതായത് എല്ലാ മോസ്റ്റ് ഓഫ് ദ ക്യാൻസേഴ്സിനും നമ്മൾ ചെയ്യുന്നത് FDG പെറ്റാണ്. അപ്പോൾ FDG ചെയ്യുന്നൊരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർ ഓവർനൈറ്റ് ഫാസ്റ്റ് ചെയ്യണം, അവരിവിടെ വരുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൺട്രോൾഡ് ആയിരിക്കണം. അങ്ങനെ 1-2 കാര്യങ്ങൾ നമ്മൾ അവരോട് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളൊരു ഷോർട്ട് ഹിസ്റ്ററി എടുക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, FDG മാത്രമല്ല നമുക്ക് മറ്റ് പെറ്റിൻ്റെ ട്രേസറുകളും ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ളൊരു പേഷ്യൻറ്റിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഗാലിയം PSMA എന്ന് പറയും, FDG അല്ല. അതുപോലെ ന്യൂറോ എൻഡോക്രൈൻ ട്യൂമേഴ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത് വേറെ ട്രേസറാണ്. അപ്പോൾ ആളുടെ അസുഖം എന്താണ്, അവരെന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തു, അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെറ്റ് സിറ്റി എന്ന് പറയുന്നതിൽ 2 മൊഡാലിറ്റി ഉണ്ട്. പെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ CT കോമ്പണൻറ്റും ഉണ്ട്. ചില ക്യാൻസറുകൾക്ക് പെർട്ടിക്കുലർ CTയുടെ ചില ഫേസസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ എടുക്കേണ്ടതായിട്ട് വരും. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഹിസ്റ്ററി എടുക്കും. അതിനുശേഷം പേഷ്യൻറ്റിനെ നമ്മൾ വൈറ്റൽസ് ഒക്കെ നോക്കും, അവരുടെ ഷുഗർ കൺട്രോൾഡ് ആണോ എന്നറിയും. അതിനുശേഷം നമ്മൾ FDG വെയിനിലൂടെ ഇഞ്ചെക്റ്റ് ചെയ്യും. ഇഞ്ചെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 hour വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ സെപ്പറേറ്റ് വെയിറ്റിംഗ് റൂമുണ്ട്. പേഷ്യൻസ് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. കാരണം ഈ ക്യാൻസർ പേഷ്യൻസ് എല്ലാം തന്നെ വളരെയധികം ടെൻഷൻ അടിച്ചിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അവർക്ക് അവിടെ ഒരു 60 minutes വെയിറ്റിംഗ് പീരീഡ്. അത് കഴിഞ്ഞാൽ ഈ മെഷീനിൽ നമ്മൾ സ്കാൻ ചെയ്യും. മെഷീൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് സ്കാൻ ഒരു 15 to 30 minutes ഒക്കെ എടുക്കും കംപ്ലീറ്റ് ആവാനായിട്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പേഷ്യൻസ് ഒക്കെ ഫാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്കാനിന് ശേഷം അവർക്ക് മിക്കവർക്കും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യവും നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇവർ ഫുഡും കഴിച്ചിട്ടായിരിക്കും ഇവിടുന്ന് യൂഷ്വലി പോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 to 3 hours എടുക്കും ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഈ പ്രൊസീജിയറിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ പേഷ്യൻറ്റിനെ പിന്നെ ഇവിടെ കിടത്തിയിട്ട് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ സാധാരണ സ്കാനിങ്ങിൽ നിന്ന് പോകും, സാധാരണ CT പോലെ തന്നെ, പക്ഷേ അത് ഫുൾ ബോഡി ഇതിലേക്ക് പോവും എന്നുള്ള ഒരു പെർട്ടിക്കുലർ ഏരിയ അല്ലല്ലോ, ഇത് നമ്മുടെ ഹോൾ ബോഡി. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. അതായത് നമ്മുടെ ഒരു ഗ്ലൂക്കോസ് റേഡിയോ ആക്റ്റീവായിട്ടൊരു ഗ്ലൂക്കോസിൻ്റെ മോളിക്യൂളാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ ശരീരത്തിലെ ക്യാൻസർ സെൽസിന് ഗ്ലൂക്കോസിൻ്റെ ഉപയോഗം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിത് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഏത് ശരീരത്തിൻ്റെ അവയവത്തിലാണോ ക്യാൻസർ ഉള്ളത് അവിടേക്ക് ഇത് പോകും. അത് നമുക്ക് സ്കാനിലൂടെ മനസ്സിലാവും. അതാണ് പെറ്റ് ചെയ്യുന്നത്. CT എന്ന് പറയുമ്പോൾ അത് ഏത് ഓർഗൻ ആണെന്ന് നമുക്ക് അനാറ്റമിക്കലി മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ മാഡം സൂചിപ്പിച്ചു സ്റ്റേജ് വൈസ് ആയി നമുക്കൊരു പേഷ്യൻറ്റിന് ക്യാൻസറിൻ്റെ സ്റ്റേജ് ഏതൊക്കെ സ്റ്റേജിൽ എത്തിയത് അതുപോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ട് ഓഫ് കോഴ്സ് സ്റ്റേജിങ്ങിനാണ്. ഒരു ഓൾറെഡി ഒരു ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത പേഷ്യൻറ്റ് നമ്മൾ സ്റ്റേജിങ്ങിന് വേണ്ടിയിട്ടാണ് പെറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ എല്ലാ പേഷ്യൻറ്റിനും ഇതുപോലുള്ള ഇപ്പം നമ്മൾ CT ഒക്കെ ചില സമയത്ത് കുട്ടികൾക്ക്
പിന്നെ ക്യാരിങ് ആയാലും ഗർഭിണികൾക്കൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പം എല്ലാ പേഷ്യൻറ്റിനും, ഫോർ എക്സാമ്പിൾ ക്യാൻസർ എനിബഡി, നമുക്ക് ഏതൊരാൾക്കും ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യേണ്ട പേഷ്യൻ്റ് ഉണ്ടോ? ഇത് ചെയ്യാൻ പറ്റാത്ത പ്രഗ്നന്റ് ആയ ആൾക്കാർക്ക് നമ്മൾ ചെയ്യാറില്ല, കോൺട്രാ ഇൻഡിക്കേറ്റഡ്, കാരണം ഇവിടെ CT ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ കൊടുക്കുന്നതും റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ട്രേസസ് ആയതുകൊണ്ട് പ്രഗ്നൻസിയിൽ ഇത് കംപ്ലീറ്റ്ലി കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ബാക്കി ചെറിയ കുട്ടികളിലോ വലിയ ആൾക്കാരിലോ ഒന്നും PET CT ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ചിലതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും MRI ഇംപ്ലാന്റ് ഒന്നും അതായത് പഴയ MRIയിലൊക്കെ ആണെങ്കിൽ ചില ഇംപ്ലാന്റ് ഒക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല. PET CTയിൽ അങ്ങനെയുള്ള പേസ് മേക്കറോ ഇംപ്ലാന്റ് ഉള്ളവർക്ക് എല്ലാവർക്കും തന്നെ ചെയ്യാം. ഇപ്പം മാം പറഞ്ഞല്ലോ, ഇപ്പം പറഞ്ഞ മെഡിസിൻ എന്ന് പറഞ്ഞില്ലേ, ഈ മെഡിസിൻ എന്ന് പറയുന്നത് സാധാരണ പിന്നെ നമുക്ക് ഇവിടുന്ന് സാധാരണ ഒരു പേഷ്യൻറ്റിന് മെഡിസിൻ കൊടുത്തിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം വരെ ഇവിടെ നിൽക്കും. ആ മെഡിസിൻ എന്നത് അങ്ങനെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ അത്രയും കോസ്റ്റ്ലി മെഡിസിനാണോ? കാരണം എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു സ്കാനിങ്ങിന് വിധേയമാക്കുമ്പോൾ മെഡിസിനുള്ള ആ പ്രത്യേകത എന്തായിരിക്കും? ഇത് റേഡിയോ ആക്റ്റീവ് ആണ്, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രേസ് എമൗണ്ടിലുള്ള റേഡിയോ ആക്ടിവിറ്റിയെ നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്ന FDG എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫ് ലൈഫ് 2 മണിക്കൂറാണ്, 110 മിനിറ്റ്. അതായത് ഞാനൊരു ഇഞ്ചെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ 2 മണിക്കൂറിലും അത് പകുതി ആയിക്കൊണ്ടിരിക്കും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഏകദേശം 2 തൊട്ട് 3 മണിക്കൂർ വരെ പേഷ്യൻസ് എല്ലാം ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ശരീരത്തിലുള്ള 50% കൂടുതൽ റേഡിയേഷൻ ഓൾറെഡി മൂത്രത്തിൽ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ സ്കാൻ ചെയ്യുന്ന എല്ലാ പേഷ്യൻസിനോടും നമ്മൾ പറയാറുണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട്. പിന്നെ മറ്റൊരു കൺസേൺ ആണ്, വീട്ടിലൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഒരു 4 തൊട്ട് 6 മണിക്കൂറുകൾ വരെ നിങ്ങൾ അവരുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. കാരണം അതോടെ കൊടുത്തിട്ടുള്ള കംപ്ലീറ്റ് റേഡിയോ ആക്ടിവിറ്റി ശരീരത്തിൽ നിന്ന് പോയിട്ടുണ്ടാവും. സോ പെറ്റെന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഒരു വളരെ സേഫ് ആയിട്ടുള്ള, പെറ്റ് ചെയ്യുന്നത് കൊണ്ട് ആൾക്ക് ഒരിക്കലും ഒരു റേഡിയേഷൻ റിസ്ക് ഇല്ല, ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. അതായത് ഒരു രോഗി ഈ പിന്നെ ഒരു പേഷ്യൻ്റ് നമ്മുടെ പെറ്റ് സ്കാൻ വിധേയമായി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് ഇവിടെ കൊടുത്തിട്ട് അവർ സേഫ് സോണിൽ മാത്രമേ അവർ പിന്നീട് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നുള്ളൂ. അതെ, കാരണം നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ ഷീറ്റ് ഉണ്ട്, അത് നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യും. പിന്നെ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ഒരു ഫോൺ നമ്പർ ഉണ്ട്, 24 hours നമുക്കതിൽ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ആളുമുണ്ട്. അപ്പോൾ അവർ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ തന്നെ ചെറിയ കുട്ടികളോ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരും അക്കമ്പനി ചെയ്യാൻ പാടില്ല എന്ന് വരെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുക്കാറ്. അതെ, ഓക്കെ. നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ ഡയഗ്നോസിസിലേക്കല്ല വരുന്നത് CT സ്കാനിൻ്റെ പെറ്റ് സ്കാൻ ഉപയോഗിച്ചുകൊണ്ടുള്ള. ഓക്കെ, നമുക്ക് ട്രീറ്റ്മെൻറ്റ് ന്യൂക്ലിയർ മെഡിസിൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ട്രീറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് തൈറോയിഡിൻ്റെ ക്യാൻസറിനാണ് ന്യൂക്ലിയർ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതായത് ആദ്യമായിട്ട് ഒരു തൈറോയിഡ് ക്യാൻസർ ഉള്ള ഒരു പേഷ്യൻ്റ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഡെഫിനറ്റ്ലി തൈറോയിഡിൻ്റെ സർജറിയാണ്. അപ്പം ഡോക്ടർക്ക് നഗ്ന നേത്രങ്ങളിൽ കാണാൻ പറ്റുന്ന കംപ്ലീറ്റ് ആയിട്ട് തൈറോയിഡ് അവർ റിമൂവ് ചെയ്ത് കളയുന്നു സർജൻ. പക്ഷേ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ടിഷ്യൂസ് സ്റ്റിൽ അവിടെ ഉണ്ടാവാം. അത് മാത്രമല്ല, ഈ സർജറി കഴിഞ്ഞിട്ടുള്ള ഹിസ്റ്റോപത്തോളജി നോക്കുമ്പോൾ മാത്രമാണ് ഏത് പേഷ്യൻറ്റിനെയാണ് ഞങ്ങൾ അതിനുശേഷം ട്രീറ്റ് ചെയ്യേണ്ടത്. കാരണം തൈറോയിഡ് ക്യാൻസറിന് ഒരിക്കലും കീമോതെറപ്പിയോ റേഡിയേഷനോ അങ്ങനെയൊന്നുമല്ല. സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ട്രീറ്റ്മെൻറ്റും ഫോളോ അപ്പും എല്ലാം ചെയ്യുന്നത് ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അവരുടെ ഹിസ്റ്റോപത്തോളജി, ബ്ലഡ് റിപ്പോർട്ട്സ്, അതായത് ചില ട്യൂമർ മാർക്കേഴ്സ്, പിന്നെ നമ്മുടെ സ്കാനും കൂടെ വെച്ചിട്ടാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. സ്കാനിങ് എന്ന് പറയുമ്പോൾ നമ്മളിതൊരു റേഡിയോ ആക്റ്റീവ് ആയിട്ടൊരു അയഡിൻ്റെ മോളിക്യൂളാണ് പേഷ്യൻ്റ്, അയഡിൻ 131 എന്ന് പറയും. അത് ചെറിയ ഡോസിൽ സ്കാനിന് വേണ്ടിയിട്ടും വലിയ ഡോസിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇവിടെ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും ചെറിയ അതിൻ്റെ ഡോസിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവൂ. ഇതിൻ്റെ റിസൾട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പം തൈറോയ്ഡ് ക്യാൻസറും പിന്നെ തൈറോയ്ഡ് സാധാരണ ഡയഗ്നോസിൽ പലർക്കും കാണാറുണ്ട്, പ്രത്യേകിച്ച് ഫീമെയിൽസിൽ കൂടുതൽ ചില സമയം ഡിറ്റക്ട് ചെയ്യുന്നത്. ആ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ തൈറോയ്ഡ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരീരത്തിൻ്റെ മറ്റു ഓർഗൻസിലേക്ക് സ്പ്രെഡ് ചെയ്യാനൊരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ആ പോസിബിലിറ്റി കൂടി സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ട് പറ്റുന്നുണ്ടോ? അതെ, സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള എന്തെങ്കിലും കഴുത്തിൽ ഇപ്പോഴും ഉണ്ടോ, മറ്റേതെങ്കിലും ഒരു ഓർഗനിലേക്ക് അത് പടർന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുന്നത്. നമുക്കാണെങ്കിൽ അതിനാണ് ഇവിടെ അത് PET CTയിലല്ല, അത് നമുക്ക് ഗാമ ക്യാമറ എന്ന് പറയും. ആ ഗാമ ക്യാമറ സ്കാനിലാണ് നമ്മൾ അയഡിൻ്റെ സ്കാൻ ചെയ്യുന്നത് തൈറോയിഡ്. ഇപ്പം ഡോക്ടർ സൂചിപ്പിച്ചത് ഈ ഗാമ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ പ്രൊസീജിയർ എന്താണ്? ഗാമ ക്യാമറ ഈ PET CT പോലെ തന്നെയാണ്. നമ്മൾ ഫുൾ ബോഡി ഒരു സ്കാൻ എടുക്കും ആദ്യം അയഡിൻ കൊടുത്തിട്ട്. അതായത് പേഷ്യൻറ്റിന് ഈ റേഡിയോ ആക്റ്റീവ് അയഡിൻ കൊടുക്കണമെങ്കിൽ പേഷ്യൻസ് പാലിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു തൈറോയിഡ് നമ്മൾ റിമൂവ് ചെയ്ത് കളയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ പേഷ്യൻറ്റിന് പിന്നെ ലൈഫ് ലോങ് തൈറോയിഡ് നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ തൈറോയിഡ് ക്യാൻസറുള്ള പേഷ്യൻസിനാണെങ്കിൽ നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഈ സ്കാൻ ചെയ്യുന്നതിന് മുന്നേ ഇവർ പ്രത്യേക തരത്തിലൊരു ഡയറ്റ്, ഒരു ഭക്ഷണ ക്രമീകരണം അവർ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ കൊടുക്കുന്നത് അയഡിൻ ആയതുകൊണ്ട് തന്നെ ഇവർ പുറത്തു നിന്നുള്ള അയഡിൻ കണ്ടെയ്നിങ് ഫുഡൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 to 15 ഡേയ്സ് അവർ ആ ഡയറ്റ് നോക്കിയതിന് ശേഷമാണ് നമ്മുടെ സ്കാനിന് വേണ്ടി വരുന്നത്. അപ്പോൾ സപ്പോസ് ഒരു മൺഡേ ആണ് അവർ ആ ഇത് IV ആയിട്ടല്ല, നമ്മളൊരു വെള്ളം പോലെ ഇരിക്കും, അത് കുടിക്കാനാണ്, ഓറലായിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സപ്പോസ് മൺഡേ രാവിലെ അവർ വന്ന് മരുന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ ട്യൂസ്ഡേ ആയിരിക്കും നമ്മൾ ഒരു ഹോൾ ബോഡി സ്കാൻ ചെയ്ത് നോക്കും. അപ്പോൾ ആ ഹോൾ ബോഡി സ്കാനിൽ എവിടെയെങ്കിലും സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഡോക്ടർ, ഈ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഗാമ ക്യാമറയെ കുറിച്ച് ഡോക്ടർ പറയുകയാണ്. ഇത് രോഗികൾക്ക് ഏതൊക്കെ തരത്തിലാണ് പ്രയോജനപ്പെടുന്നത്? ഗാമ ക്യാമറ എന്ന് പറയുമ്പോൾ അത് ഓരോരോ അവയവങ്ങൾക്കായിട്ട് നമുക്ക് ഓരോ സ്കാനുകളുണ്ട്. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോൾ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ CT എടുക്കുമ്പോൾ നമുക്കൊരു ഘടനയാണ്, അതിൻ്റെ സ്ട്രക്ചറാണ് മനസ്സിലാവുന്നതെന്ന്. അപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഒരു അൾട്രാസൗണ്ട് അബ്ഡമൻ എടുത്തപ്പോൾ സപ്പോസ് ഇപ്പോൾ കിഡ്നിക്ക് ചെറിയൊരു വീക്കം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഡോക്ടർക്ക് അറിയണം ആ വീക്കം ഉള്ളത് കൊണ്ട് എത്രത്തോളം അത് കിഡ്നിയുടെ ഫങ്ഷനെ ബാധിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരും. ഇപ്പോൾ നമുക്കാണെങ്കിൽ കിഡ്നിക്ക് വേണ്ടിയിട്ട് 3 തരത്തിലുള്ള സ്കാനുണ്ട്. അതായത് ECD, TPA, DMSA എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കിഡ്നിയുടെ ഫംഗ്ഷൻ നോക്കാനായിട്ട് അപ്പോൾ നമ്മൾ DTPAയോ ECO ഏതാണോ ഡോക്ടർ ചോദിച്ചിരിക്കുന്നത് നമ്മൾ അത് നോക്കുമ്പോൾ ഓരോ കിഡ്നിക്കും എത്രത്തോളം ഫംഗ്ഷൻ ഉണ്ടെന്ന് നമുക്ക് ന്യൂക്ലിയർ മെഡിസിൻ്റെ ഗാമ ക്യാമറയിൽ ചെയ്യുന്ന സ്കാൻ വെച്ച് നമുക്ക് മനസ്സിലാവും. ഇതുപോലെ തന്നെ നമുക്ക് ബോണിനാണെങ്കിൽ സെപ്പറേറ്റ് ബോൺ സ്കാൻ ഉണ്ട്, ഹാർട്ടിന് സ്കാൻ ഉണ്ട്, ലിവറിനുണ്ട്, തൈറോയിഡിനുണ്ട്. അങ്ങനെ ഓരോന്നിനും നമുക്ക് ഓർഗൻ സ്പെസിഫിക് ആയിട്ട് കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് ക്ലാരിറ്റിയോട് കൂടി അതെ ഫംഗ്ഷൻ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള സ്കാനിങ് ഉണ്ട്. ഇതിലെന്താ ശരിക്കും നടക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വായിലൂടെയോ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷനായിട്ടോ നമ്മളൊരു റേഡിയോ ആക്റ്റീവ് ട്രേസർ പേഷ്യൻറ്റിന് കൊടുക്കുന്നു. അത് ഏത് ഓർഗനാണോ നമുക്ക് അറിയേണ്ടത്, അവിടെ തങ്ങി നിൽക്കുന്ന ആ ഒരു നിശ്ചിത സമയത്ത്, ഒത്തിരി നേരമല്ല, ആ തങ്ങി നിൽക്കുന്ന സമയത്ത് അത് അവിടുന്ന് ഗാമ റേസായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ റേസ് നമ്മൾ ഈ മെഷീൻ വെച്ച് ക്യാപ്ചർ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇമേജ് നമ്മൾ ഇതിൽ നിന്നും വരുന്നു. അതാണ് നമ്മൾ ഫൈനലായിട്ട് നമ്മൾ റിപ്പോർട്ടായിട്ട് നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്നത്. ഒരു ഓർഗന്റെ ഫംഗ്ഷൻ അത് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാനാണ് പ്രധാനപ്പെട്ടത്. അല്ലെങ്കിൽ ഒരു ഡയഗ്നോസിസ് നേരത്തെ നമ്മൾ പറഞ്ഞു പെറ്റ് സ്കാൻ പോലെ ഒരു രോഗാവസ്ഥ എത്രത്തോളം തന്നെ അതിനപ്പുറത്ത് ആ ഓർഗന്റെ ഫംഗ്ഷൻ എത്രത്തോളം അതാണ് നമ്മൾ മനസ്സിലാവുന്നത്. അപ്പോൾ മെയിനായിട്ട് പേഷ്യന്റിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന രശ്മികളാണ് നമ്മൾ ഇതിൽ ഡിറ്റക്ട് ചെയ്യുന്നത്. അതാണ് റേഡിയേഷൻ. പക്ഷേ നേരത്തെ പെറ്റ് പറഞ്ഞതുപോലെ തന്നെ ഇതിനും റേഡിയേഷൻ റിസ്ക് ഒന്നുമില്ല. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ ഇതും നമ്മൾ ചെയ്യില്ല. പ്രൊസീജിയർ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിന് ഈ ഗാമ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രൊസീജിയറിന് വിധേയമാകുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ടല്ലോ, അതിന് പ്രിപ്പറേഷൻ, അതായത് ബിഫോർ അങ്ങനെ ഏതെങ്കിലും അധികം പ്രിപ്പറേഷൻ പെറ്റ് പോലെ ഇതിനില്ല. എന്നാലും ഇപ്പം റീനൽ സ്കാൻ ആണെങ്കിൽ നമ്മൾ അവരോട് നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് അവർ വെൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം വരുമ്പം നമ്മൾ പറയും. ഇപ്പോൾ ചില ഹാർട്ടിൻ്റെ സ്കാൻ ആണെങ്കിൽ പ്രത്യേക തരത്തിൽ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ അത് ഓരോന്നിനും ഉണ്ട്. പക്ഷേ മോസ്റ്റ്ലി പെറ്റ് പോലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ അങ്ങനെ കൊടുക്കാറില്ല. മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ന്യൂക്ലിയർ മെഡിസിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത്. സാധാരണ ഒരു രോഗനിർണയത്തിനും രോഗത്തിൻ്റെ ചികിത്സയ്ക്കും എങ്ങനെയൊക്കെയാണ് നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് സ്കാനിങ്ങിന് വിധേയമാക്കുന്ന വിഷയങ്ങളൊക്കെയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് മാംഗ്ലൂർ KS ഹെഡ് ഹോസ്പിറ്റലിലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ മീനു മോഹൻ കാസർഗോഡ് പ്രേക്ഷകരോട് സംസാരിച്ചത്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മാം.